എനിക്ക് ക്യാൻസറാണ് എന്ന് പ്രചരിപ്പിച്ചും വൈദ്യശാലയിൽ മരുന്നുകൾ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ എല്ലാം ഉണ്ടാക്കുകയും രാമാനന്ദ ഭാരതിയെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് നാടകമാണ്. ആശ്രമത്തിലെ സ്വത്തുക്കൾ കൊള്ളയടിച്ചും കുറച്ച് റൗഡി സംഘങ്ങളെ പിടിച്ചും സദാനന്ദ സ്വാമികൾ സ്ഥാപിച്ച ഈ പരിപാവനമായ ഈ ആശ്രമം തകർക്കുവാനുള്ള ലക്ഷ്യത്തോടെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് പോലീസ് ജാഗ്രതയോടെ കണ്ടുപിടിച്ച് കുറ്റവാളികളുടെ തക്കവണ്ണമുള്ള ശിക്ഷ കൊടുക്കണം. മന്ത്രി ഗണേഷ് കുമാർ ഇവിടെ വന്ന് ആശ്രമത്തെയും ഇവിടുത്തെ സന്യാസിമാരെയും അധിക്ഷേപിച്ചത് ദുഃഖകരമാണ്. എനിക്ക് ക്യാൻസറാണെന്നും ഇനി ചികിത്സയില്ല എന്നും മറ്റും പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നതും കളവാണ്. സ്വാമി രാമാനന്ദ പ്രേമാനന്ദ സ്വാമികളുടെ കാലത്ത് ഭാരതീപുരം ആശ്രമത്തിൽ 10 പ്ലാവ് മരങ്ങൾ മുറിച്ച് സൈസാക്കി ഈർച്ചമല്ലിൽ വിറ്റതായിട്ട് അവിടുത്തെ നാട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 4/4/2003 ഞാൻ മഠാധിപതിയായതിനു ശേഷവും ഞാൻ അറിയാതെ തേക്ക് മരങ്ങൾ മുറിച്ച് വിറ്റതായും അറിഞ്ഞു. അതിനുശേഷം തേക്ക് മുറിച്ച സ്ഥലത്തെല്ലാം മണ്ണിട്ട് മൂടുകയും ചെയ്തതായി അറിയാൻ കഴിഞ്ഞു. ഈ സംഗതി അന്നത്തെ മാനേജറായിരുന്ന ഈശ്വരൻ പോറ്റി അറിഞ്ഞുകൂടാ. ഞാൻ ഫാർമസി നടത്തിയിരുന്ന കാലത്ത് 26/2/1990 ഫാർമസിയിൽ ആദ്യത്തെ മോഷണം പോയതിന് രാമാനന്ദ സ്വാമിയെ സംശയമുണ്ടെന്ന് പറഞ്ഞ് അന്നത്തെ മഠാധിപതിയായിരുന്ന സ്വാമി ശങ്കരാനന്ദ ഭാരതി കൊട്ടാരക്കര പോലീസ് സബ് ഇൻസ്പെക്ടർ പരാതി നൽകിയിരുന്നു. 21/1/1990 രണ്ടാമത്തെ ഫാർമസിയിൽ മോഷണം പോയതിന് കൊട്ടാരക്കര പോലീസ് സബ് ഇൻസ്പെക്ടർ പരാതി കൊടുത്തിരുന്നു. പിന്നെ 21/5/1999 രാത്രി ഉദ്ദേശം 2 മണിക്കുള്ളിൽ കോവിലെ സ്റ്റോർ മുറിയുടെ പൂട്ട് തകർത്ത് കള്ളൻ അകത്ത് കിടന്ന് മേശയുടെ ഡ്രോയും തുറന്ന് പിന്നീട് വഞ്ചിപ്പെട്ടുകൂടെ എല്ലാം പൂട്ട് കടത്ത് പണം കൊണ്ടുപോയതിന് 22/5/1990 മാനേജർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പരാതി കൊടുത്തിരുന്നു. ഇവിടെ പല പ്രാവശ്യം ചന്ദനം മോഷണം പോയതിന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. രാമാനന്ദ സ്വാമിയുടെ അറിവോട് കൂടിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പശു മോഷണവും ആഞ്ഞിലി പല മോഷണവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഭാരതീപുരം ആശ്രമത്തെ കുറച്ചു സ്ഥലം മോഹൻ പിള്ള എന്ന ആൾക്ക് കൈയടക്കിയ കേസിനായി പൈലക്കുട്ടി വക്കീൽ 3000 രൂപ വീതം പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. രാമാനന്ദ ഭാരതി പറഞ്ഞിട്ടാണ്. പിന്നെ പുല്ലൂർ രാമചന്ദ്രൻ നായർ വക്കീലിനും 32,000 രൂപ കൊടുത്തിട്ടുണ്ട്. 24/11/21 പൈലക്കുട്ടി ജോർജിന് 4,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഉദ്ദേശം 3 ആഴ്ച കുറച്ചു പേരും രാമാനന്ദ സ്വാമിയും വന്ന് അത് സദാനന്ദ സ്വാമികളുടെ 100ാം സമാധി വർഷം വിപുലമായി നടത്തുന്നതെന്ന് പറഞ്ഞ് അതിന് ആലോചിക്കാൻ 11/11/23 തീരുമാനിച്ചിരുന്നു. അതിനു മുമ്പായി അവർ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ശാന്തിക്കാരോട് 5 ലക്ഷം രൂപ സംഭാവന ചോദിക്കുന്നു. അത് കൊടുത്തില്ലെന്നും അറിഞ്ഞു. 2 ആഴ്ച രാമാനന്ദ ഭാരതി മോഷ്ടിച്ച ആശ്രമ സ്വത്തുക്കൾ കൊള്ളയടിച്ചതിനെ പറ്റി പോലീസ് അന്വേഷിക്കണം. എന്നെ 4 വർഷത്തോളം ക്യാൻസർ ആണ് എനിക്ക് എന്ന് പൊതുസമൂഹത്തിൽ പ്രചരിപ്പിച്ച് എന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും എൻ്റെ ജീവനെ അപകടത്തിലായി ആശ്രമത്തിലെ അധികാരവും മഠാധിസ്ഥാനവും സ്വത്തും കൊള്ളയടിക്കാൻ ശ്രമിച്ച രാമാനന്ദ ഭാരതി നല്ലവരായ ആശ്രമ ബന്ധുക്കളുടെ ഇടപെടൽ കൊണ്ട് എനിക്ക് നല്ല ചികിത്സ ലഭിക്കുകയും ഞാൻ ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ആശ്രമ പ്രവർത്തനവും സജീവമാവുകയും ചെയ്തു. ഇതിൽ ആശ്വസ്തനായ രാമാനന്ദ ഭാരതിയും സംഘവും നടത്തിയ ഗൂഢാലോചനയാണ് ആശ്രമത്തെ സ്വൽപ്പേരിനെ കളങ്കം വരുത്തുന്നത് എന്ന ഉദ്ദേശത്തോടെ രാമാനന്ദ ഭാരതി ആക്രമിക്കപ്പെട്ടു എന്ന വ്യാജ പരാതി കൊടുത്ത പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുള്ളത്. മേപ്പടി വ്യാജ പരാതി നൽകുന്നതിന് ഉണ്ണി, ഗംഗ, രജീഷ്, ജയകുമാർ, മഞ്ഞപ്പാറ സുരേഷ്, ഗോപാലകൃഷ്ണ ഗുരുക്കൾ, KN വിനോദ് പ്രസാദ് എന്നിവരെ ഗൂഢാലോചന ഉള്ളതായി എനിക്ക് ഉള്ളത്. ആശ്രമത്തെ സ്വൽപ്പേരിനെ കളങ്കം വരുത്തുന്ന തരത്തിൽ വ്യാജ പരാതികൾ നൽകുന്ന രാമാനന്ദ ഭാരതിയുടെയും മേൽവെച്ചയാളുടെയും ഫോട്ടോകൾ പരിശോധിച്ച് സത്യാവസ്ഥ ബോധ്യപ്പെടുന്നതാണ്. എനിക്കിപ്പോൾ എൻ്റെ ആശ്രമത്തിലെ മറ്റുള്ളവരുടെയും ജീവന് അപകടത്തിലാണ് സംശയമുണ്ട്. ഇതിനു വേണ്ടി ഉന്നതതല ഗൂഢാലോചന നടത്തുന്നതായി ഞാൻ ഭയപ്പെടുന്നു. അതിനാൽ ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ SP ഞാൻ പരാതി നൽകിയിട്ടുണ്ട്.